ഒത്തുപിടിച്ചൊരു രക്ഷപ്പെടൽ. ഇത് ക്രോക്കുവിന്റെയും ചുട്ടുവിന്റെയും കഥയാണേ. ഒരിക്കല് വലിയൊരു വീടിന്റെ അടുക്കളത്തളത്തിൽ വെച്ചിട്ട് നമ്മുടെ ക്രോക്കു പാറ്റയും ചുട്ടുറുമ്പും തമ്മിൽ കണ്ടുമുട്ടി. രണ്ടുപേരും സ്വന്തം കൂട്ടത്തിലെ മിടുക്കന്മാരാണല്ലോ. അവർ പെട്ടെന്ന് തന്നെ നല്ല കൂട്ടുകാരായിട്ട് മാറി. ഒരു മഴയുള്ള വൈകുന്നേരം അടുക്കളയിൽ നല്ല ബിരിയാണിയുടെ മണം പരക്കുന്നുണ്ടായിരുന്നു. ക്രോക്കുവും ചുട്ടുവും ആഹാരം തേടി ഇറങ്ങിയതാണ്. പെട്ടെന്ന് സിങ്കിന് താഴെ തിളങ്ങുന്ന ഒരു വലിയ സ്റ്റീൽ പാത്രം അവർ കണ്ടു. അതിനുള്ളില് കുറച്ച് ചോറും കുറച്ച് കഷ്ണങ്ങളും ബാക്കിയുണ്ട്. ക്രോക്കു ആവേശത്തോടെ പറഞ്ഞു. എന്നാൽ ചുട്ടു തന്റെ കൊച്ചു മീശകൾ ഇളക്കി ചുറ്റും നോക്കി. മനുഷ്യർ അവിടെ എന്തോ ചെയ്യുന്നുണ്ട്. അവര് നോക്കുമ്പോഴേ ആ പാത്രത്തിന് മുകളിലേക്ക് ഒരു വലിയ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടാൻ തുടങ്ങിയിരുന്ന ഒരാള്. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ രണ്ടുപേരും ആ പാത്രത്തിനുള്ളിൽ കുടുങ്ങിപ്പോയനെ. അവര് വേഗത്തിൽ അവിടുന്ന് മാറി ഒരു മൂലയിൽ ഒളിച്ചു. രക്ഷപ്പെട്ടു, ക്രോക്കു കിതച്ചോണ്ട് പറഞ്ഞു. പക്ഷെ ചുട്ടു, നിനക്ക് ദാഹിക്കുന്നുണ്ടോടാ? നോക്കൂ, അവിടെ കുറച്ച് വെള്ളം ഇരിക്കുന്നുണ്ട്. അടുക്കളയിലെ ടൈലിന്റെ മുകളിൽ പളുങ്കുമണി പോലെ കുറച്ച് തുള്ളികൾ കിടക്കുന്നുണ്ടായിരുന്നു. ദാഹിച്ചു വലഞ്ഞ ചുട്ടു അങ്ങോട്ട് നീങ്ങി. പക്ഷെ ഇത്തവണ ക്രോക്കു തന്റെ ചിറകുകൾ വിടർത്തി ചുട്ടുവിനെ തടഞ്ഞു. ആ വെള്ളത്തിന് ഒരു വല്ലാത്ത നീല നിറം തോന്നുന്നില്ലേ? അത് വെറും വെള്ളമല്ല, തറ കഴുകാൻ ഉപയോഗിച്ച ലോഷൻ കലർന്ന വെള്ളം. അത് കുടിച്ചാൽ നിനക്ക് അപകടം പറ്റും. ചുട്ടു സൂക്ഷിച്ചു നോക്കിയപ്പോ ക്രോക്കു പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി. തന്റെ കുഞ്ഞു സുഹൃത്തിന്റെ നിരീക്ഷണ പാടവം ചുട്ടുവിനെ അത്ഭുതപ്പെടുത്തി. നമ്മൾ രണ്ടുപേരും ജാഗ്രതയുള്ളവരായതുകൊണ്ട് ഇന്ന് വലിയ രണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതല്ലേ? ചുട്ടു പറഞ്ഞു. ഇവര് രണ്ടുപേരും ചേർന്ന് സുരക്ഷിതമായ മറ്റൊരു വഴി കണ്ടെത്തി. അവിടെ അവർക്ക് നല്ല ശുദ്ധമായ ശർക്കര കഷ്ണവും ബിസ്ക്കറ്റും കിട്ടി. രണ്ടുപേരും ചേർന്ന് അത് പങ്കിട്ട് കഴിച്ചു. അന്നവരൊരു കാര്യം കൂടി പഠിച്ചു. ഒരാളുടെ ബുദ്ധിയേക്കാൾ വലുതാണ് രണ്ടുപേരും ഒന്നിക്കുമ്പോഴുള്ള കരുത്ത്. ക്രോക്കുവിന്റെ കണ്ണും ചുട്ടുവിന്റെ മൂക്കും ചേർന്നപ്പോ അവരൊരു കിടിലൻ കോംബോയായി മാറി. അങ്ങനെ ക്രോക്കുവും ചുട്ടുവും ആഹാരം കഴിച്ച് സന്തോഷത്തോടെ തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി. നിരീക്ഷണ ബുദ്ധിയുള്ള രണ്ട് കുട്ടി കൂട്ടുകാർ ഒന്നിച്ചപ്പോ അപകടങ്ങളെല്ലാം വഴിമാറിയല്ലേ? ആ കൂട്ടുകാരെ, ഇഷ്ടായോ? എന്നാലേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.